ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. കൊറോണയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കടലക്കറി ആയിട്ടാണ്. ഈ കടലക്കറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോടുകൂടിയുള്ളൊരു കറിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കടല കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മത്തങ്ങ ഇതുപോലെ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല പഴുത്ത മത്തങ്ങ നോക്കി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഞാനൊരു സബോള എടുത്തിട്ടുണ്ട്, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിലിട്ടൊരു 5 വിസിലടുപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ഇരുന്ന് നമുക്ക് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ വിസിലടിച്ച് നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പഴുത്ത മത്തങ്ങയാണെങ്കിൽ ഈ വിസിലിൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരുപാട് പഴുക്കാത്ത മത്തങ്ങ ആയാലുണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. ഇനി നമുക്ക് വറവിടാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പകർന്നു കൊടുത്തു. അത് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി, ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്കിത് ഇതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത് മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.